എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് 8ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡിൽ ഒരു മനോഹരമായ കഥ പഠിക്കാനുണ്ടല്ലോ. നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദൻ എഴുതിയ അമ്മമ്മ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ, അമ്മമ്മ അല്ലേ. അമ്മമ്മ എല്ലാവർക്കും ഒരു വികാരമാണ്. നമ്മുടെ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് പാട്ട് കേൾക്കുക, മുത്തശ്ശിയുടെ കൈ കൊണ്ട് നമുക്ക് തലയിങ്ങനെ മസാജ് ചെയ്ത് തരിക, പിന്നെന്താണ് മുത്തശ്ശി പറയുന്ന കഥകൾ കേൾക്കുക, പാട്ട് കേൾക്കുക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെന്താ, മുത്തശ്ശിക്ക് പെൻഷൻ കാശ് കിട്ടിയാലും എല്ലാം പോയിട്ട് പെൻഷൻ കാശിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കുപ്പായം വാങ്ങുക, അടിച്ചു പൊളിക്കുക, അതും നമുക്ക് ഇഷ്ടമല്ലേ. പിന്നെ വെക്കേഷൻ ടൈമിൽ തറവാട്ടിൽ പോയാൽ അവിടുന്ന് വരുമ്പോൾ അമ്മമ്മ നമുക്ക് എന്ത് തരും, പൈസ ഇങ്ങനെ മടക്കി നമ്മൾ കയ്യിലിട്ട് തരും അല്ലേ, 500 100 ഒക്കെ തരും. അതൊക്കെ നമുക്ക് ഇഷ്ടമല്ലേ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കാലത്ത് പുതിയ രീതിയിൽ നമ്മോട് സംസാരിക്കുന്ന, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന, നാടോടുമ്പോൾ നടുവേ ഓടുന്ന പുതിയ കാലത്തിൻ്റെ ഫ്രീക്കിംഗ് അമ്മൂമ്മയാണ്, ഫ്രീക്കിംഗ് ഗ്രാൻഡ്മേനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ എം മുകുന്ദൻ അമ്മമ്മ എന്ന് പറയുന്ന കഥയിലൂടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ അമ്മമ്മ എന്ന് പറയുന്ന കഥ സെറ്റാക്കി പഠിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് സെറ്റാക്കി പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ. കാലത്തിനൊപ്പം നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ എന്നാണ് കഥയുടെ തുടക്കത്തിൻ്റെ മുകളിൽ എഴുതി കാണിച്ചത്. കാലത്തിനൊപ്പം നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ. അപ്പം മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കണം മക്കളെ. കാലം മാറുമ്പോൾ നമ്മളും മാറണം. പണ്ട് ലേബർ ഇന്ത്യ ഉണ്ടായിരുന്നു, പണ്ട് ഒരുപാട് വിദ്യാഭ്യാസ മാസികകൾ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ പത്രങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ആവശ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം, AI, ChatGPT, ജെമിനി അല്ലേ, മെറ്റ, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട പുതിയ നയങ്ങളാണ്, പരിഷ്കാരങ്ങളാണ്, ആധുനിക രീതികളാണ്. ഇപ്പം നമ്മൾ പുതിയ കാലത്തിനൊപ്പം നമ്മളൊന്ന് അഡ്വാൻസ്ഡ് ആവും, അപ്ഡേറ്റ് ആവും എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത്തരത്തിൽ പഴയ കാലത്ത് ജനിച്ച ഓൾഡായ വയസ്സായ അമ്മൂമ്മ പുതിയ കാലത്തെ ആൾക്കാരെ പോലെ ജീവിക്കുകയാണ്. അത് നമ്മോട് പറയുകയാണ്, നമ്മളും പുതിയ കാലത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, ഇല്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായി പോകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എം മുകുന്ദൻ അമ്മമ്മ എന്ന് പറയുന്ന കഥയിലൂടെ. സെറ്റല്ലേ. അപ്പോൾ നമ്മൾ കഥ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണുവാൻ വരുന്നു അല്ലെ. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണുവാൻ വരുന്നു. അപ്പോൾ അമ്മമ്മ എവിടെ താമസിക്കുന്നുണ്ട്, എവിടെയാ? ഗ്രാമത്തിലാണ്. ഇപ്പോൾ നഗരത്തിൽ താമസിക്കുന്ന കൃപാകർ എന്ന് പറയുന്ന പേരക്കുട്ടിയുടെ പുതിയ വീട് കാണാൻ വേണ്ടി അമ്മമ്മ വരികയാണ്. പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെൻറ്റ് ഭൂമി വാങ്ങിയതല്ലേ. 20 സെൻറ്റ് ഭൂമിയിൽ ചോര നീരാക്കിക്കൊണ്ട് കൃപാകരൻ എന്ന് പറയുന്ന വ്യക്തി പട്ടണത്തിലൊരു വീട് വെച്ചു. ആ വീട് കാണാൻ വരികയാണ് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ഗ്രാമത്തിൽ നിന്നും. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു അല്ലേ. അപ്പം അത്രയും അധ്വാനിച്ചുകൊണ്ട്, അധ്വാനത്തിൻ്റെ മഹത്വത്തിലൂടെ ഒരു വീട് പണി കഴിപ്പിക്കുകയാണ് കൃപാകരൻ ചെയ്യുന്നത്. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. അപ്പോൾ ഇരിപ്പുമുറി തീൻമുറി അതെവിടെയാണ്? താഴത്തെ നിലയിലാണെന്ന് പറയുന്നു. അപ്പോൾ 2 നിലകളാണ് ഉള്ളത് ആ വീടിന്, ഇരിപ്പുമുറി തീൻമുറി. അതായത് നമ്മുടെ സെൻട്രൽ ഹാളും ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളും ഒക്കെ താഴെയാണെന്ന് പറയുന്നു. ആ വീടിൻ്റെ ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്, മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റ് ഔട്ടും അല്ലേ. അപ്പോൾ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സായാഹ്നത്തിൽ സൂര്യാസ്തമയം കാണുവാനും മുമ്പിൽ വരാന്തയിൽ സിറ്റ് ഔട്ട് ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം. അപ്പം അത്രയും നല്ല പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട്, വാസ്തുപരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള ഒരു മനോഹരമായ വീടാണ് കൃപാകരൻ്റെ ടൗണിലെ വീട്. ആ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അമ്മൂമ്മയെ. അമ്മമ്മ ആ വീട്ടിലോട്ട് വരുന്ന ആ വരവിന് ഇവർ വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണെന്നാണ് ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും അല്ലേ. അങ്ങനെ മഞ്ഞുള്ള കാലങ്ങളിൽ അദ്ദേഹം കാശ്മീരിൽ പോയപ്പോൾ വാങ്ങിയ ഷാൾ ഉപയോഗിച്ച് അദ്ദേഹം എന്തായി, ആ വീടിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സൂര്യോദയം കാണും. അപ്പം നമുക്ക് ഈ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റും, നമ്മൾ കൃപാകരൻ ഒരു നാടൻ തനിമ അല്ലെ, പ്രകൃതിയോട് ഇണങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് എന്താ പറയുക, നാട് വീട് ഹരിതാപം പച്ചപ്പ് എന്നൊക്കെ പറയല്ലേ, അതേപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ശരാശരി മലയാളിയാണ് ആര്,
നമ്മുടെ കൃപാകരൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം അദ്ദേഹം പ്രകൃതിയെ കാണാൻ ആസ്വദിക്കാൻ വേണ്ടി നല്ല മനോഹരമായ വീട് പണിതു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള വ്യക്തിയാണ്, മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളൊന്നല്ല. പ്രകൃതിയിൽ ഇണങ്ങിക്കൊണ്ട് ജീവിച്ചു പോകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മറ്റു പുതിയ രീതികളോടൊന്നും ഒരു തരത്തിലും താതാത്മ്യമുള്ള വ്യക്തിയല്ല കൃപാകരൻ എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അമ്മൂമ്മ എന്നൊരാൾ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മൂമ്മ ഏത് സൈസ് സാധനമാണ്. അത്രയും പുതിയ കാലത്തോട് ഫ്രീക്കിംഗ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർക്കാല സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുകയായിരിക്കും. കൃപാകരൻ അതിരാവിലെ ഉണരും, എന്നിട്ട് പ്രഭാതത്തിന് സൂര്യോദയം കാണും. അപ്പോഴേ ആ മുറിയിൽ ആര് ഉറങ്ങുന്നുണ്ടാവും? ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും ഉറങ്ങുന്നുണ്ടാവും എന്നാ പറയണേ. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. കൃപാകരൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന മുഹൂർത്തം എന്താണ്? അദ്ദേഹം രാവിലെ എണീറ്റ് അതിരാവിലെ ഉണർന്ന് പ്രഭാതത്തിൽ സൂര്യനെ കാണുന്നതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണാൻ ആനന്ദിക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത്. അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത്. കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. അമ്മമ്മയുടെ ചിത്രം കണ്ടോ? ഇതിൽ നമുക്ക് പഴയൊരു അമ്മൂമ്മയെ കാണാം, പക്ഷേ അമ്മൂമ്മ മാറുന്നൊരു മാറ്റമുണ്ട്, ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അത് ഭയങ്കര ആട്ടോ. അതായത് കൃപാകരൻ പറയാണ്, അമ്മമ്മയുടെ ഒരുപാട് കാലം കൃപാകരൻ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മമ്മയെ പുതിയ വീട് കാണാൻ വരുന്നില്ലേ, പുതിയ വീട് കാണണ്ടേ എന്ന്. പക്ഷെ അമ്മമ്മയ്ക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല. കൃപാകരൻ എത്ര വിളിച്ചു പറയും അമ്മമ്മ എപ്പോഴാണ് എൻ്റെ വീട് കാണാൻ വരിക, പുതിയ വീട് പണിതു, അമ്മമ്മ കാണാൻ വരണമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മമ്മയ്ക്ക് ഒരു താല്പര്യം കാണുന്നില്ല. കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അല്ലേ, തറവാട്ടിലാണ് അമ്മമ്മ താമസിക്കുന്നത്, ഗ്രാമത്തിൽ. പട്ടണത്തിലേക്ക് വാ, ടൗണിലേക്ക് വാ, അമ്മമ്മയ്ക്ക് എൻ്റെ പുതിയ വീടൊക്കെ കാണാമല്ലോ എന്ന് കൃപാകരൻ പറഞ്ഞു. പക്ഷെ അമ്മമ്മ വരുന്നില്ല. അമ്മമ്മ ആ സമയം എന്താ ചെയ്യുക? ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടി. ചെല്ലം വെച്ചാൽ ഇതാട്ടോ ചെല്ലം, അതായത് മുറുക്കാൻ ആ ഇല അതൊക്കെ വെച്ച് വെട്ടുന്ന ഒരു പെട്ടിയാണ് ചെല്ലം. ഈ ചെല്ലം എടുത്തിട്ട് അമ്മമ്മ എന്ത് ചെയ്യാണ്? ആ ഇല ഇങ്ങനെ എടുക്കും, എന്നിട്ട് വെറ്റിലയും പാക്കും ഒക്കെ തേച്ച് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് തുപ്പിക്കളയും, കോളാമ്പീനും. ഇതാണ് മുറുക്കാൻ തുമ്മുക. പണ്ടത്തെ ആൾക്കാരൊക്കെ അത് തിന്നുമല്ലേ, ഇത് മുറുക്കി തുപ്പുക എന്ന് പറയും. അപ്പം വെറ്റില അത് ഇട്ട് വെക്കുന്ന പാത്രം. അപ്പം അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. കൃപാകരൻ ഈ കാര്യം പറയുമ്പോൾ, ഏത് ടൗണിലെ പട്ടണത്തിൽ തന്നെ വീട് കാണാൻ വരണമെന്ന് അമ്മമ്മയോട് പറയുമ്പോൾ അമ്മമ്മ എന്ത് ചെയ്യാണ് മക്കളെ? അമ്മമ്മ ടൗണിൽ എന്ത് ചെയ്യാണ്? ആ ഒരു എന്താണ് വെറ്റിലയും ചുണ്ണാമ്പൊക്കെ തിന്ന് അമ്മമ്മ രസിക്കുകയാണെന്നാണ് പറയുക. ഓക്കെ, അടുത്ത എന്താണ്? യാത്രക്കൊന്നും വയ്യ കൃപാകര അല്ലേ? അമ്മമ്മ പറയണം, കൃപാകര എനിക്ക് യാത്രക്കൊന്നും വയ്യ, എനിക്ക് വയ്യട കൃപാകര, ഞാൻ നിൻ്റെ ടൗണിലേക്കൊന്നും വരുന്നില്ല, ഞാൻ ഈ ഗ്രാമത്തിൽ ഇരുന്നോളാന്ന് പറയുകയാണ്. വീടിൻ്റെ ഒരു ഫോട്ടോ അയച്ച് തന്നാൽ മതി അല്ലേ, വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ച് കൊണ്ട് തന്നാൽ മതി, ഫോട്ടോ കണ്ടാൽ പോരാ, അമ്മമ്മ വന്ന് വീട് തന്നെ കാണല്ലേ. അപ്പോൾ അമ്മമ്മ കൃപാകരനോട് പറയാണ്, അമ്മമ്മ പറയാണ്, കൃപാകര എനിക്ക് യാത്രക്കൊന്നും ഇപ്പോൾ വയ്യ, ഞാൻ ക്ഷീണിതയാണ്, നീ ഒരു ഫോട്ടോ പിടിച്ച് കൊണ്ട് തന്നാൽ മതി, ഞാൻ ഹാപ്പിയാണെന്ന് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം അല്ലേ. അമ്മമ്മ അത് പറഞ്ഞാൽ പറ്റൂല, അമ്മമ്മ വന്ന് വീട് കാണണമെന്ന് കൃപാകരൻ പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറേയായി, ഒന്നിനും വയ്യ, വയസ്സ് 80 കഴിഞ്ഞു, ഇനി എന്ത് കാണാനുള്ളതെല്ലാം ഇനി അങ്ങു ചെന്നിട്ട് അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു അല്ലേ. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇനി എന്ത് കാണാൻ വേണ്ടിയ കൃപാകര? ഇനി ഒന്നുമില്ല, ഇനി മരിച്ചു പോയാൽ മതി, എനിക്കൊരു കാഴ്ച കാണാനും താല്പര്യമില്ല, എനിക്ക് വയസ്സായി കൃപാകര, ഇനി ഒന്നിനോടും എനിക്കൊരു താല്പര്യവുമില്ല എന്ന് അമ്മമ്മ പറയാണ്. അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല, കാറ് കൊണ്ടുവന്ന് പഠിക്കൽ നിർത്താം അല്ലേ. അമ്മമ്മയ്ക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഞാൻ വരുത്തില്ല എന്ന് കൃപാകരൻ പറഞ്ഞു. ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ മുറ്റത്ത് നിർത്തും, അമ്മമ്മ ആ കാറിൽ കയറിയാൽ മാത്രം മതി, നമുക്ക് കാറിൽ യാത്ര പോകാം എന്ന് കൃപാകരൻ പറഞ്ഞു. അത്രയും നല്ല ഓഫറുകളാണ് കൃപാകരൻ കൊടുക്കുന്നത്. കാരണം അമ്മമ്മയെ തൻ്റെ പുതിയ വീട് കാണിക്കാൻ ആർക്ക് ആഗ്രഹമുണ്ട്? കൃപാകരൻ ആഗ്രഹമുണ്ട്. അമ്മമ്മ അതിൽ കയറി ഇരുന്നാലും മതി, വീട് കണ്ട് തിരികെ പഠിക്കൽ കൊണ്ടുവന്ന് കാറ് നിർത്താം പോരെ. അപ്പം അമ്മനെ കൂട്ടാനും കൊണ്ടുവരാനും ഞാൻ കാറുമായിട്ട് വരും, അതുകൊണ്ട് അമ്മമ്മ അതൊന്നും ടെൻഷൻ അടിക്കണം എന്ന് പറഞ്ഞ് കൃപാകരൻ അമ്മമ്മയെ എന്താക്കി? ജോറുബാറ് മൂടാക്കി വെച്ച് തൻ്റെ തറവാട്ട് വീട്ടിൽ നിന്നും തൻ്റെ ടൗണിലെ വീട് കാണാൻ വേണ്ടി കൃപാകരൻ അമ്മമ്മയെ ക്ഷണിക്കുകയാണ്. അവസാനം അമ്മമ്മ സമ്മതം മൂളി അല്ലേ, ഞാൻ വരാം കൃപാകര, നീ ഇത്രയും വിളിച്ചല്ലേ, അപ്പം ഞാനെങ്ങനെ വരാണ്ടിരിക്ക, ഞാൻ വരാം കൃപാകര എന്ന് പറഞ്ഞ് അമ്മമ്മ സമ്മതം മൂളുകയാണ് ചെയ്യുന്നത്. അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടയ്ക്ക ചുരുണ്ടുകയും ചെയ്തു അല്ലേ. അവർ വെറ്റിലയുടെ ഞരമ്പ് കളയുകയും അടക്ക ചുരുണ്ടുകയും ചെയ്തു. മുറുക്ക
തിന്നാൻ വേണ്ടി. ഓക്കെ മോനെ ആ മിനി ഉരലിങ്ങെടുത്താട്ടെ. ഇവിടെ മുതൽ അമ്മൂമ്മയുടെ റേഞ്ച് മാറുന്നേ. പുതിയ കാലത്തിൻ്റെ പുതിയ വക്താവായി അമ്മൂമ്മ ഇതുകൊണ്ട് മാറാൻ പോകുന്നു. മോനെ ആ മിനി ഉരുളിങ്ങെടുത്താട്ടെ. മിനി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാട്ടോ, ഇംഗ്ലീഷാണ്. മോനെ മിനി ഉരുളിങ്ങെടുത്താട്ടെ, അതായത് ആ ചെറിയ ഉരളി, ആ വെറ്റില ചതക്കുന്ന ഇതിനെയാണ് നിങ്ങൾ കണ്ടിട്ടോ, മുത്തശ്ശിമാരുടെ കയ്യിലുണ്ടാവും വെറ്റിലൊക്കെ ചതക്കാൻ ചെറിയ ഉരളി, അതിനെ പറയും ഉരളി. ഈ ഇടിക്കുന്ന സാധനത്ത് ഉരളി എന്ന് പറയാം. ഓക്കെ അമ്മ പറയാണ് മോനെ ആ മിനി ആ ചെറിയ ഉരളിങ്ങെടുത്താട്ടെ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പറയാണ് മിനി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാലത്തിൻ്റെ ഭാഷ അമ്മ പറയാണ്. അവർ കോലായിലെ അരമതിലിന്മേൽ വെച്ചിരുന്ന അവരുടെ കൊച്ച് ഉരൽ ചൂണ്ടിക്കാണിച്ചു അല്ലേ. അമ്മമ്മ ചൂണ്ടിക്കാണിക്കുകയാണ് മോനെ ആ മിനി ഉരലിങ്ങെടുത്താട്ടെ എന്ന്. അപ്പോൾ കൃപാരൻ ഞെട്ടിപ്പോയി. ഹോ ഗോഡ് വൈബ് തള്ള എൻ്റെ അമ്മ ഫ്രീക്കിംഗ് ഗ്രാൻഡ് മാ. ഓ ഗ്രാൻഡ് മാ വാട്ട് ആർ യു സേയിങ് യു ഇംഗ്ലീഷ് ഓ വാട്ട് എ ക്രേസി മാം എന്ന് പറയാണ് ആര് നമ്മുടെ കൃപാകരൻ ഞെട്ടിപ്പോയി. അമ്മൂമ്മ ഇംഗ്ലീഷൊക്കെ പറയാം അല്ലെ. 90s 80s 70s 60s അമ്മൂമ്മയാണ് ഇംഗ്ലീഷ് പറയാണ്. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടയ്ക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. പല്ലില്ലാത്തയാണ് അമ്മമ്മ. പല്ലില്ലാത്ത ആളില്ലടാ ശശി കല്ലിങ്ക അല്ലേ. ആരെങ്കിലും എന്നോട് അല്ലേ ആ സംഭവമില്ലേ ഇതോ നിന്നോട് ഞാൻ പച്ചക്കോളിൽ ചുവന്ന മുട്ട് പഠിപ്പിച്ച പാർട്ടി കോട്ട് എടുക്കാനല്ലേ പറഞ്ഞത് എന്നൊരാളില്ലടാ നമ്മളെ സിനിമയിൽ ശശി കല്ലിങ്ക എന്ന് പറയല്ലേ. ആ അതേപോലെ അമ്മൂമ്മക്ക് ഒന്നില്ല പല്ലില്ല. അമ്മൂമ്മ പല്ലില്ലാത്ത അമ്മൂമ്മ അതൊക്കെ ചതച്ച് ഇങ്ങനെ തിന്നാണ്. അത് കൃപാകരൻ നോക്കി നിന്നു. അമ്മമ്മ എവിടുന്നാ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചേ കൃപാകരൻ ചോദിച്ചു അമ്മൂമ്മയോട്. എന്താ അമ്മമ്മ എവിടുന്നാ ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത് കൃപാകരൻ ചോദിച്ചു. കൃപാകര നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷെല്ലാം അറിയാം അല്ലേ. കൃപാകര ഞാൻ നിന്നെപ്പോലെ ബോംബെയും കൽക്കറ്റൊന്നും കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം കൃപാകര എന്ന് ആര് പറയാണ് കൃപാകരനോട്. ഈ അമ്മമ്മ പറയാണ്. ഇടിച്ച വെറ്റിലടക്ക വായിലിട്ട് അവർ എന്നെ തന്നെ നോക്കി ചിരിച്ചു അല്ലേ. ഇടിച്ച വെറ്റിലടക്ക ഇങ്ങനെ വായിലിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ വെറ്റിലടക്ക എത്തിട്ട് അതിന് ചുരുട്ടിയിട്ട് വായിലിട്ട് ആര് കൃപാകരൻ അമ്മ ചിരിച്ചു. എന്നിട്ട് ഇതൊക്കെ പറയുകയാണ്. എന്താണ് കൃപാകരൻ നിന്നെപ്പോലെ ഞാൻ സ്കൂളിലും കോളേജിലും പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കറിയാമെന്ന് അമ്മ പറഞ്ഞു. ഊണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ തടുത്തു. അങ്ങനെ തറവാട്ടിൽ ഫുഡൊക്കെ കഴിച്ച് കൃപാകരൻ വീട്ടിലോട്ട് പോകാൻ റെഡിയാവാം. കണ്ടോ പഴഞ്ചൻ ആളാട്ടോ, പഴയ മുണ്ട് ഷർട്ട് കണ്ണാടി അങ്ങനത്തെ ആളാണ്. അപ്പോൾ അദ്ദേഹം തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മമ്മ തടുത്തു. ഇന്ന് പോണ്ട കൃപാകര എന്ന് പറഞ്ഞു. ഇന്നിവിടെ പാർത്തിയിട്ട് രാവിലെ പോയാൽ മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീ ഈ വഴി വന്നത് അല്ലേ. ഇത്ര കാലം കൂടിയിട്ടാ കൃപാകരൻ നീ വീട്ടിൽ വന്ന തറവാട്ടിൽ വന്ന, ഇന്ന് നീ പോണ്ട, നീ നാളെ പോയാൽ മതി എന്ന് അമ്മമ്മ കൃപാകരനോട് പറഞ്ഞു. ഇനി ഒരിക്കലാകാം അമ്മമ്മേ, കൃപാകരൻ മറുപടി പറഞ്ഞു. വീടിൻ്റെ പണി കഴിഞ്ഞില്ലേ, വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞേ ഉള്ളൂ, അപ്പോൾ ഒരു ദിവസം ഞാൻ വാസന്തിയെയും കുട്ടിയെയും കൂട്ടിയിട്ട് ഇവിടെ വരാമെന്ന് കൃപാകരൻ പറഞ്ഞു. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. അമ്മ പറഞ്ഞത് ശരിയാണ്. നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീട് പണിയുടെ തിരക്കിലായിരുന്നു. ഇപ്പോഴേ ഒന്ന് നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ അല്ലേ. ഇപ്പം എന്താ പറയണേ, നഗരത്തിൽ നിന്നും പെൻഷനായി വന്ന ശേഷം ഗവൺമെൻറ് ജോലിയായിരുന്നു, പെൻഷനായി കൃപാകരൻ വന്നു, ഇപ്പോഴാണ് ശ്വാസം വിടാൻ സമയം കിട്ടി. വീട് പണി അത്രയും നല്ല ടൈറ്റ് പണിയാണ്. വീട് പണി കഴിഞ്ഞ് ഇപ്പോഴും ശ്വാസം വിട്ടേന്ന് കൃപാകരൻ പറയുന്നത്. ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി കൃപാകരൻ അമ്മമ്മയെ ഓർമ്മിപ്പിച്ചു. എന്ത്, വീട് കാണാൻ വരേണ്ട സമയം ഞാൻ കാറുമായി വരുമെന്ന് കൃപാകരൻ തറവാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമ്മയെ ഓർമ്മിപ്പിച്ചു. വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും, അമ്മമ്മ ഒരുങ്ങി ഇരുന്നോളണം അല്ലേ. വരുന്ന ഞായറാഴ്ച കാലത്ത് രാവിലെ ഞാൻ വണ്ടിയുമായി എത്തും, അമ്മമ്മ ഒരുങ്ങി ഇരുന്നോളണം എന്ന് കൃപാകരൻ പറഞ്ഞു. അമ്മമ്മയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം അല്ലേ. റെഡ് കാർപ്പറ്റ് സ്വീകരണം എന്ന് പറഞ്ഞ എന്താണ് നമുക്കറിയാം. റെഡ് കാർപ്പറ്റ് സ്വീകരണം എന്ന് പറഞ്ഞാൽ വലിയ അതിഥികൾ വരുമ്പോൾ നമ്മൾ നൽകുന്ന സ്വീകരണമാണ് എന്ത് മക്കളെ, റെഡ് കാർപ്പറ്റ് സ്വീകരണം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അമ്മമ്മയ്ക്ക് ഞാൻ റെഡ് കാർപ്പറ്റ് സ്വീകരണം തരാമെന്ന് അമ്മമ്മ പറഞ്ഞു. എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം, നാടു വിടുന്നതുവരെയുള്ള തറവാട്ടിലെ ജീവിതം, അതിൻ്റെ എല്ലാം കണ്ണികളാണ് അവർ. കൃപാകരൻ പറയാണ്, എൻ്റെ ബാല്യകാലത്തിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന കൃപാകരനെ വളർത്തി വലുതാക്കിയ സ്നേഹം കൊണ്ട് വീർപ്പം മുട്ടിച്ച വാത്സല്യ സ്നേഹനിധിയാണ് ഈ അമ്മമ്മ. ഈ അമ്മമ്മയെ തൻ്റെ വീട് കാണിക്കാനുള്ള അതിയായ ആഗ്രഹമാണ് ഈ പേരക്കുട്ടിയായ കൃപാകരന്. അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോകവിജ്ഞാനത്തിന് ഉറവിടം. അമ്മമ്മ ചെറുപ്പകാലത്ത് തന്നെ മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കഥകളും കവിതകളും പാട്ടുകളും കൃപാകരൻ ഓർത്തു പോവുകയാണ്. അമ്മമ്മ എൻ്റെ വീട് കാണുവാൻ വരുന്ന ഈ അവസരത്തിൽ
ഞാൻ അതെല്ലാം ഓർത്തു പോകുന്നല്ലേ, എൻ്റെ അമ്മമ്മ എൻ്റെ വീട് കാണാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഓർത്തു പോകുന്നു എന്ന് കൃപാകരൻ സന്തോഷത്തോടു കൂടി ആലോചിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവൻ്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു ഞായറാഴ്ച കൃപാകരൻ കാറുമായി എവിടെ പോയി? അമ്മാമ്മയെ കൂട്ടാൻ വേണ്ടി പോയി. അങ്ങനെ കൃപാകരൻ കാറുമായി അമ്മാമ്മയെ കൂട്ടാൻ തറവാട് വീടിൻ്റെ മുറ്റത്തെത്തി. പട്ടണത്തിൽ നിന്ന് 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റം. അടുത്ത കാലത്തായി അവിടെ ഒരുപാട് മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വന്നതായി കാണാം. ഏത് വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ, വൈദ്യുതി, സ്കൂൾ, ആപ്പീസ്, തപാൽ ആപ്പീസ് വന്നു അല്ലേ. അപ്പോൾ കൃപാകരൻ പറയാണ്, പണ്ട് ഇത്രയും വികസിച്ചിട്ടില്ല നാട്. ഇന്ന് അവിടെ റോഡുകൾ, വൈദ്യുതി, സ്കൂള്, തപാൽ ആഫീസ്, പോസ്റ്റ് ഓഫീസ് എല്ലാം വന്നു. അപ്പം മാറ്റങ്ങൾ ഇങ്ങനെ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മമ്മ എന്ന കഥാപാത്രം നമ്മോട് പറയുന്നത്, അമ്മമ്മയും മാറുകയാണ്, പഴഞ്ചനായ അമ്മൂമ്മയല്ല. അപ്പം മക്കളെ, ഈ പാഠഭാഗത്തിൽ കൃപാകരൻ പഴയ രീതി പിന്തുടരുന്ന ആളാണ്. അപ്പം ചുറ്റുപാടെല്ലാം മാറി, കൃപാകരൻ മാത്രം മാറുന്നില്ല, അമ്മമ്മ പോലും മാറി. ഈ പാഠഭാഗം നമ്മോട് പറയുന്നത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം, നമ്മൾ അഡ്വാൻസ് ആയിക്കൊണ്ടേയിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാണ് നമുക്ക് ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റൂ, ലോകത്തെ അതിജീവിക്കാൻ പറ്റൂ, നിലനിന്ന് പോകാൻ പറ്റൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ നാണം കുടുങ്ങികളായി, മടിയന്മാരായി, അലസന്മാരായി പിന്തിരിഞ്ഞ് നിന്നാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് ഓടിപ്പോകും. നമ്മൾ മാത്രം എന്തായി? ഒറ്റപ്പെട്ട് നിന്ന് പോകും. അതുകൊണ്ട് ഈ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കരുത്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി നിൽക്കുക, അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോവുക, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, പുതിയ കോഴ്സ് എടുത്ത് പഠിക്കുക. അങ്ങനെ ലോകം മുഴുവൻ കണ്ട് പുതുതായി നിങ്ങളെ തന്നെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന പുതിയ തലകാലത്തിൻ്റെ മെസ്സേജാണ് ഈ പാഠഭാഗം നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും മറക്കരുത്, കൃപാകരൻ ചെയ്യുന്ന പോലെ. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്ന, കൃപാകരൻ കാറും കൊണ്ട് പോവാണ് അമ്മമ്മയെ കൂട്ടാൻ. അപ്പം അമ്മമ്മ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. ഇനി അമ്മമ്മക്ക് കുറച്ച് മാറ്റം കാണാൻ സാധിക്കും. എന്താണ്? കസവ് മുണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു അല്ലെ. അമ്മമ്മ എന്താ ധരിച്ചത്? കസവിൻ്റെ മുണ്ട് അല്ലെ, കസവിൻ്റെ പട്ടുടുത്ത് വെള്ളിയരഞ്ഞാണമിട്ട്, ആ പാട്ട് പോലെ കസവിൻ്റെ ബ്ലൗസും ധരിച്ച് ആര് നിൽക്കുകയാണ്? നമ്മുടെ അമ്മമ്മ ധരിക്കുകയാണ്. ദൂരെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ. അപ്പം അമ്മമ്മ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ബ്ലൗസ് ധരിക്കില്ലെങ്കിൽ മേൽമുണ്ട് മാത്രമേ ഉണ്ടാവും. ഇപ്പം നല്ല കസവിൻ്റെ സാരിയും ബ്ലൗസൊക്കെ ഇട്ട് അമ്മമ്മ റെഡിയായി നിൽക്കുകയാണ്. കൃപാകരൻ്റെ വീട് കാണാൻ ടൗണിലേക്ക്. അമ്മമ്മ മാറാൻ തുടങ്ങി. മാറ്റണ്ട, കബാലിട്ട അമ്മമ്മ മാറാൻ തുടങ്ങി കേട്ടോ. നരച്ച തലമുടി വൃത്തിയായി ചീകി ഒതുക്കി, കാലുകളിൽ ചെരുപ്പും ഇട്ടുകൊണ്ട് ഒരു സുന്ദരി പെൺകുട്ടിയെ പോലെ ആര് നിൽക്കുകയാണ് മക്കളെ? അമ്മമ്മ കൃപാകരൻ്റെ വീട് കാണാൻ കാറിലേക്ക് കയറാൻ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കൃപാകര അല്ലേ, കൃപാകര എങ്ങനെയുണ്ടടാ എന്നെ കാണാൻ എന്ന് അമ്മമ്മ കൃപാകരനോട് ചോദിച്ചു. കൃപാകരൻ പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് അമ്മമ്മ എന്ന് കൃപാകരൻ മറുപടിയും പറഞ്ഞു. അമ്മമ്മ പല്ലില്ലാത്ത ആയ കാലത്ത് ഇങ്ങനെ ചിരിച്ചു. അവർ ചെല്ലം കയ്യിലെടുത്തു, അതായത് വെറ്റില ഇട്ട് വെക്കുന്ന പാത്രം കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അവരുടെ കൂടെ എന്തുണ്ടാകും മക്കളെ? ചെല്ലം ഉണ്ടാവും. പഴയ ആൾക്കാരെ ശീലമാണ് മുറുക്കാൻ തിന്നുക. അതുകൊണ്ട് തന്നെ മുറുക്കാൻ ഇട്ട് വെക്കുന്ന, വെറ്റിലിട്ട് വെക്കുന്ന പാത്രമാണ് ചെല്ലം. അതെടുത്ത് അമ്മമ്മ കാറിൽ കയറി. അമ്മമ്മ കാറിൽ മുൻസീറ്റിൽ എൻ്റെ അരികിൽ ഇരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാരുടെ വണ്ടി അല്ല? അമ്മമ്മ കാറിൻ്റെ മുൻസീറ്റിലിരുന്നു, എൻ്റെ കൃപാകരൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ അമ്മമ്മ ചോദിച്ചു, കൃപാകര ഈ ആരാ വണ്ടിയാണ്? അമ്മമ്മ ചോദിച്ചു, കൃപാകര ഇത് ആരാ വണ്ടിയാണെന്ന് ചോദിച്ചു. കൃപാകരൻ പറഞ്ഞു, ഒരു സ്നേഹിതൻ വെച്ചാൽ ഫ്രണ്ട്, സുഹൃത്ത്, ഒരു സ്നേഹിതൻ്റെ, വാസുദേവൻ എന്ന് പറയും. കൃപാകര നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി? അമ്മ പറയാണ്, കൃപാകരൻ നിനക്കൊരു കാറ് വാങ്ങിക്കൂടെ? പുതിയ കാലത്തിൽ കാറൊക്കെ വേണ്ടേ? നീ എന്താ പഴഞ്ചനായി നടക്കുന്നത്? അമ്മമ്മ കൃപാകരനോട് ചോദിച്ചു. ഇങ്ങനെ പഴഞ്ചനായി പഴയ ഒരാളെ നടക്കാതെ പുതിയ കാറൊക്കെ വാങ്ങുക എന്ന് കൃപാകരനോട് അമ്മമ്മ പറഞ്ഞു. എനിക്കത്ര വലിയ മോഹങ്ങൾ ഒന്നും ഇല്ലമ്മേ. എനിക്ക് വലിയ മോഹങ്ങളൊന്നും അമ്മയില്ല, എനിക്ക് ചെറിയ വണ്ടിയായാലും മതി. നിനക്കൊരു മാറ്റവും ഇല്ല, ആ പഴയ കൃപാകരൻ തന്നെയല്ല. അമ്മമ്മ പറയാണ്, നിനക്കൊരു മാറ്റമില്ല, നീ ആ പഴയ കൃപാകരൻ തന്നെ എന്ന് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി. ഞാൻ ഹോൺ അടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ. വെയിൽ മൂക്കുന്നതിന് മുമ്പ് കൃപാകരൻ അമ്മമ്മ എവിടെ എത്തി? കൃപാകരൻ ടൗണിലെ വീട് കാണാനെത്തി. അമ്മമ്മയ്ക്ക് കൃപാകരൻ്റെ പുത്തൻ വീട്ടിലോട്ട് സ്വാഗതം. കൃപാകരൻ പറഞ്ഞു, അമ്മമ്മേ കൃപാകരൻ്റെ പുതിയ വീട്ടിലോട്ട് അമ്മമ്മയ്ക്ക് സ്വാഗതം എന്ന് കൃപാകരനും മക്കളും പറഞ്ഞു. ഞാൻ ഡോറ് തുറന്നു കൊടുത്തു. അമ്മമ്മയ്ക്ക് ഇറങ്ങാൻ വേണ്ടി കൃപാകരൻ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു.
അമ്മമ്മ താഴെ ഇറങ്ങി കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എൻ്റെ പുത്തൻ വീടൊന്ന് ആകെ അമ്മമ്മ നോക്കി. ആ സാരിയൊക്കെ ഇങ്ങനെ നേരെയിട്ട് അമ്മമ്മ കൃപാകരൻ്റെ വീട് എന്താണ് മുഴുവനായിട്ട് അങ്ങ് നോക്കി. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ? പുറമേ നിന്നും നല്ല കാഴ്ച, ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മമ്മ പറഞ്ഞു, പുറമേ നല്ല വീട്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അഭിപ്രായം പറയാമെന്ന് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? അമ്മമ്മയ്ക്ക് എന്ത് കാര്യമായാലും അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അമ്മമ്മ പറഞ്ഞ കാര്യം പോയിന്റ് ആയിരിക്കും. അതിനാര് വില കൊടുക്കാറുണ്ട്? കൃപാകരൻ വില കൊടുക്കാറുണ്ട് എന്നാ പറയണേ. കുറച്ച് ക്രിസാന്തിമം കൂടി വേണം. ക്രിസാന്തിമം എന്ന് പറഞ്ഞാൽ അതൊരു തരം ചെടിയാണ്, അല്ലെ? വിദേശീനം ചെടിയാണ്. നാടൻ ചെടികൾ നോക്കിയിട്ട് അമ്മ പറയാണ്, ഈ നാടൻ ചെടികൾ പോരാ, കുറച്ച് ക്രിസാന്തിമം പുതിയ ചെടികൾ കൂടി വേണമെന്ന് അമ്മ പറഞ്ഞു. തോട്ടത്തിൽ ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു. അമ്മമ്മ, തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിൻ്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാനിവിടെ നട്ടു വളർത്തിയത്. അപ്പോൾ നാടൻ തനിമയുടെ പൂക്കളും കൃപാകരൻ നട്ടു വളർത്തി. അപ്പോൾ പഴഞ്ചൻ ആളാണ് കൃപാകരൻ. ഇപ്പം അമ്മമ്മ പുതിയ കാലത്തിൻ്റെ പൂക്കളെ പേരൊക്കെ പറയുന്നുണ്ട്, ക്രിസാന്തിമൊക്കെ. ഓക്കെ, ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം, അല്ലേ? ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നി. കാരണം അമ്മമ്മ എന്താണ് മക്കളെ? പുതിയ കാലത്തിൻ്റെ ഒരു ചിന്താഗതിയുള്ള കഥാപാത്രമാണ് നമ്മുടെ അമ്മൂമ്മ. പക്ഷെ കൃപാകരൻ പഴയ കാലത്തിൽ നിന്ന് വിട്ടുവന്ന് മാറാത്തൊരു വ്യക്തി കൂടിയാണ്. അകത്ത് കയറിയ അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് കുടിച്ചു, അല്ലേ? സ്ക്വാഷ് ജ്യൂസ്. സംഭാരം കുടിക്കുക, കഞ്ഞിവെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ചായ കുടിക്കുക, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. അമ്മമ്മ തണുത്ത സ്ക്വാഷാണ് കുടിക്കുന്നത്. പല്ലൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അമ്മമ്മ പുതിയ കാലത്തിന് ഡ്രിങ്കൊക്കെ അടിച്ച് മിനിക്കുന്നത് സ്ക്വാഷ്. വീടാകെ നടന്നു കണ്ടു അമ്മമ്മ. അതിനുശേഷം അമ്മമ്മ മുകളിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് വാസന്തിയോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. അപ്പം അമ്മമ്മ വീട്ടിൽ വന്നപ്പോൾ മിനി ഉരൽ എടുത്താട്ടെ എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ. അത് നമ്മുടെ കൃപാകരൻ വൈഫായ ഭാര്യയായ വാസന്തിയോട് പറഞ്ഞു. ഇവർ രണ്ടാമത് ചിരിച്ചു അമ്മമ്മയുടെ കാര്യം ആലോചിച്ചിട്ട്. ഇത് എവിടുന്ന അപ്പം അമ്മമ്മക്ക് ഇംഗ്ലീഷ് പഠിച്ചെന്ന് ആലോചിച്ച് രണ്ടുപേര് ചിരിക്കാണ്. പട്ടണത്തെ വിഹകമായി വീക്ഷിച്ചു. വിഹകം വെച്ചാൽ മുഴുവൻ അങ്ങ് നിരീക്ഷിച്ച് കൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി. ഇതൊക്കെ നോക്കി അമ്മമ്മ വിശദമായിട്ട് ഒന്ന് മുറുക്കി. ഓക്കെ, വീടിന് ചെലവന്തായി, അല്ലേ? വീടിന് ചെലവുണ്ടായി എന്ന് അമ്മമ്മ വായിൽ വെറ്റില വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. വീടിന് ചെലവന്തായി എന്ന് 1.25 ലക്ഷം. പണ്ടത്തെ കഥയായിട്ട് ഇത് എത്രയോ വർഷം മുമ്പ്. ഇപ്പം 1.25 ലക്ഷം പോയിട്ട് വീടല്ല, വീടിന് പട്ടിക്കൂട് പോലും അറിയിക്കാൻ പറ്റൂല, അത്രയും പൈസയാണ്. ഓക്കെ, അപ്പോൾ 1.25 ലക്ഷമായി എന്ന് പറഞ്ഞു. ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നുമല്ല, അമ്മമ്മ നിസാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നില്ല. അമ്മമ്മ പറയാ, ഇത് വലിയ പൈസയൊന്നുമല്ല. ഇപ്പം ഇദ്ദേഹം ചോര നീരാക്കി പണിത വീടിൻ്റെ പൈസ അമ്മമ്മ പറഞ്ഞു നിസാരമായിട്ട് പറയണം, ഇതൊന്നും വലിയ പൈസയല്ലാന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. ഈ 1.25 ലക്ഷത്തിന് വേണ്ടി ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം, അല്ലേ? ഈ 1.25 ലക്ഷം കിട്ടാൻ വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ ഈ കൃപാകരൻ ചോര നീരാക്കി പണിതിട്ടുണ്ട്. അതിൻ്റെ വില കൃപാകരന് മാത്രമേ അറിയൂ എന്നാണ് കൃപാകരൻ പറയുന്നത്. കൃപാകര, ഈ ഭാഗ്യവാന, നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്ത് കണ്ടു? ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു, അവിടെ തന്നെ കിടന്നു ഞാൻ ചാകുകയും ചെയ്യും. എനിക്കൊരു സങ്കടമേ ഉള്ളൂ, കുറേ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലേ? കൃപാകരനോട് അമ്മമ്മ പറയാണ്, കൃപാകര, നീ എന്ത് ഭാഗ്യം ചെയ്ത ആളാ? നീ ലോകം മുഴുവനും കണ്ടില്ലേ? നിനക്ക് ലോകം മുഴുവൻ കാണാൻ്റെ ഭാഗ്യം കിട്ടിയില്ലേ? എനിക്ക് ആ ഒരു ഭാഗ്യമേ ഇല്ല. ഞാനിങ്ങനെ ഇവിടെ നാട്ടുമ്പുറത്ത് കിടന്ന് ചാവുന്ന അമ്മമ്മ പറഞ്ഞു. അപ്പം അമ്മമ്മക്ക് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കൃപാകരനോട് അമ്മമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കൃപാകരൻ ഇങ്ങനെ പറഞ്ഞു, അമ്മമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, കുറച്ച് കഴിയട്ടെ, നമുക്ക് മദിരാശി വരെ, അത് മദ്രാസ് വരെ ഒന്ന് പോകാം, തമിഴ്നാട്ടിൽ. അപ്പം അമ്മമ്മ എന്താ പറഞ്ഞറിയോ? മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? തമിഴ്നാട് കണ്ടിട്ടൊരു കാര്യമില്ല. കാണണമെങ്കിൽ ഞങ്ങൾക്ക് ദുബായി കാണണം, അല്ലേ? ദുബായി കാണണം അമ്മമ്മ പറയുന്നത്. അപ്പം അമ്മമ്മക്ക് വലിയ ചിന്താഗതിയാ. കൃപാകരൻ അമ്മമ്മയുടെ സങ്കടം ആലോചിച്ച് കൃപാകരൻ പറഞ്ഞു, മദ്രാസ് തമിഴ്നാട് കാണിക്കാന്ന്. പക്ഷേ അമ്മമ്മ പറയാണ്, തമിഴ്നാട് ആയിരിക്കും കാണണ്ടേ? എനിക്ക് ദുബായി കാണണം. അത്രയും വലിയ ചിന്താഗതിയുള്ള കഥാപാത്രമായി അമ്മമ്മ മാറുകയാണ്. സത്യം പറയട്ടെ, അത് കേട്ടപ്പോൾ ഈ കൃപാകരൻ ഉരുകിപ്പോയി. അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിലേക്ക് അമ്മൂമ്മ കൃപാകരനെ കൊണ്ട് ദുബായിലേക്ക് പോയിട്ടുണ്ട്. കൃത്യസമയത്ത് ഭാര്യ വാസന്തി കൃപാകരനെ തീൻമുറിയിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് കൃപാകരൻ എസ്കേപ്പായി രക്ഷപ്പെട്ടു അമ്മൂമ്മയിൽ നിന്നും.
അമ്മമ്മ വാഷ് ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയുമോ എന്നു ഞാൻ സംശയിച്ചിരുന്നു. എൻ്റെ സംശയം ആസ്ഥാനത്തായിരുന്നു. അവരിൽ ഒരു പരിചയക്കുറവ് കണ്ടില്ല. അപ്പം അമ്മൂമ്മയെ ഡൈനിങ് ടേബിളിൽ കൃപാകരൻ കൊണ്ടിരുത്തി. അപ്പം കൃപാകരൻ സംശയമായിരുന്നു അമ്മൂമ്മ ഫുഡൊക്കെ കഴിക്കുമെന്ന്, അമ്മമ്മക്ക് ഇരിക്കാൻ പറ്റുമെന്ന്. പക്ഷേ കൃപാകരൻ ഞെട്ടിച്ചുകൊണ്ട് അമ്മൂമ്മ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നു ഫുഡ് കഴിക്കാണ്. അപ്പം അമ്മൂമ്മ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് കൃപാകരൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ അമ്മൂമ്മക്ക് എപ്പോൾ പഠിച്ചു? കാരണം വീട്ടിൽ ചമ്മണം മെലിഞ്ഞ് താഴെ നിലത്തേ ഇരിക്കും അമ്മൂമ്മ ഫുഡ് കഴിക്കാം. പക്ഷേ ഇവിടെ ഡൈനിങ് ഹാളിൽ കസേരയ്ക്ക് വെച്ച് അമ്മമ്മ ചുറുക്കോടെ ഒരു ചെറുപ്പക്കാരിയെ പോലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് തമാശയുണ്ട്, അത് നമുക്ക് പറഞ്ഞു പോകാമല്ലോ. എന്താ നോക്കാം. മേശ സമൃദ്ധമാണ്, നല്ല വിഭവങ്ങളുണ്ട്. വാസന്തി അവളുടെ പാചക വിരുദ്ധ മുഴുവൻ കാണിച്ച മട്ടുണ്ട്. നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടി ഇട്ടത്. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടമെന്ന ധാരണയായി ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അപ്പം അമ്മമ്മയ്ക്ക് നാടൻ സദ്യയാണ് ഇഷ്ടമെന്ന് വിചാരിച്ച് വാസന്തി നാടൻ സദ്യകളാക്കി. പക്ഷേ കൃപാകരൻ പറഞ്ഞു, നീ ചിന്തിക്കുന്ന ആളൊന്നല്ല അമ്മമ്മക്ക് വലിയ ഫുഡാണ് ഇഷ്ടം, പുതിയ ചിക്കനും ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ. അപ്പം അതും കൂടി അവൾ ഭാര്യ വാസന്തി ആക്കി വെച്ചു. മിടുക്കി അല്ലേ? ഭാര്യയോട് വസന്തിയോട് അമ്മമ്മ പറഞ്ഞു മിടുക്കി. തീൻമേശയിൽ ഒരു അവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തി അഭിനന്ദിച്ചു അല്ലേ? അമ്മമ്മ വാസന്തി അഭിനന്ദിക്കുകയാണ്. മിടുക്കി, നീ നല്ല വിഭവങ്ങൾ എനിക്ക് കഴിക്കാൻ ആക്കിയിട്ടുണ്ടല്ലോ. അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് നൂഡിൽസ് ആണല്ലേ? അമ്മമ്മ ആദ്യം പ്ലേറ്റിൽ നൂഡിൽസ് വിളമ്പി, പിന്നെ ചിക്കൻ ചില്ലി വിളമ്പി. ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു അല്ലേ? വാസന്തി ആരെ നോക്കി? കൃപാകരൻ നോക്കി ചിരിച്ചു. കണ്ടാ നിങ്ങൾ അമ്മമ്മ അടിച്ച് തിന്നാണ് നൂഡിൽസും പിന്നെന്താണ് ചിക്കൻ ചില്ലിയും. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയർ നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കൃപാകരൻ എന്താ കഴിച്ചേ? ചോറും സാമ്പാറും അടിപൊളിയായിട്ട് കഴിച്ചു. അദ്ദേഹം പഴയ ഒരു രീതിയാണ് ചോറും സാമ്പാറൊക്കെ കഴിച്ചു. അമ്മമ്മയോ പഴയ ആളാണ്, പക്ഷെ പുതിയ കാലത്തിൻ്റെ ഫുഡാണ് നൂഡിൽസ് ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുന്നത്. അതിൽ തന്നെ മാറ്റം കാണുന്നില്ലേ? കൃപാകരൻ ഒരു മാറ്റവുമില്ല. ഇല്ല മോളെ, അമ്മൂമ്മ ഭാര്യയോട് പറഞ്ഞു. അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിൻ്റെ കുപ്പിയെടുത്ത് നൂഡിൽസിന് മേൽ ചരിച്ചു. അല്ലെ, സോയാ സോസ് എടുത്ത് നൂഡിൽസിന് മുകളിൽ ചരിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? അമ്മമ്മ സോസൊക്കെ എടുത്ത് നൂഡിൽസിന് മുകളിൽ ഇട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം നാട്ടിൻപുറത്തിൽ അമ്മമ്മ ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും ഇരിപ്പ് മുറിയിൽ സ്ഥലം പിടിച്ചൊരു ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവർ ഇരിപ്പ് മുറിയിൽ ഇരിക്കാൻ തുടങ്ങി. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു അമ്മൂമ്മയും കൃപാകരൻ എല്ലാവരും. അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്ന് കടക്കാമെന്ന് കൃപാകരൻ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കൃപാകരൻ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. ഉച്ചയ്ക്ക് കടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. അമ്മമ്മ പറയാണ്, ഉച്ചയ്ക്ക് കടന്നാൽ അമ്മമ്മയ്ക്ക് എന്ത് വരില്ല? ഉറക്കം വരില്ല എന്ന്. നീ എന്തെങ്കിലും പാട്ട് വെക്ക് കൃപാകര, അമ്മ പറഞ്ഞു. ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ, അതായത് മ്യൂസിക് ബോക്സിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അല്ലേ അമ്മമ്മക്ക് പാട്ട് കേൾക്കണോ? കൃപാകരൻ്റെ കോളേജിൽ പഠിക്കുന്ന മോള് പറയാ, ഞാനിപ്പോൾ ശരിയാക്കി തരാം, എന്ത് പാട്ട് അമ്മമ്മക്ക് വേണ്ടത് അല്ലേ? അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? ഇപ്പോഴാണ് നമുക്ക് എന്തൊക്കെ പാട്ടുണ്ട് മക്കളെ? ഇപ്പോഴാണ് അമ്മൂമ്മ ഈ പാട്ട് വെക്കാൻ പറഞ്ഞ വേടൻ്റെ പാട്ടൊക്കെ ഇല്ലേ? കാട്ടുമരത്തിൻ്റെ വനം മുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ അല്ലേ? എന്തൊക്കെ പാട്ടുകളല്ലേ? കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരെല്ലാം അവളല്ല കണ്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കള കടലിന്. ഇങ്ങനത്തെ പാട്ടൊക്കെ നമുക്ക് ഇപ്പം കേൾക്കാം. പക്ഷെ പണ്ട് അമ്മമ്മയ്ക്ക് അബ്ബയുടെ പാട്ടൊക്കെ ആയിരുന്നു കേൾക്കാൻ ഇഷ്ടം. നോക്കാം നമുക്ക്. ഇപ്പം കോളേജിൽ പഠിക്കുന്ന കൃപാകരൻ്റെ മോൾക്ക് ഉത്സാഹമായി. അവൾ പാട്ട് വെക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? ആ മകൾ ചോദിച്ചു. സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്ക് അല്ലേ? സുബ്ബലക്ഷ്മിയുടെ കീർത്തനം. സുബ്ബലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ എന്താണ് ഭക്തിഗാനം, കീർത്തനം വെക്കാൻ കൃപാകരൻ പറഞ്ഞു. പഴയ ആളാട്ടോ, അതാണ് ആ പാട്ട് വെക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. കൃപാകരൻ പറഞ്ഞു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമായ റെക്കോർഡാണ് അത്. 4 വരി കേട്ടപ്പോൾ അമ്മമ്മ കോട്ട് വയറാൻ തുടങ്ങി അല്ലേ? കൃപാകര, ഈ പാട്ടൊന്നും വേണ്ട, നീ കുറച്ച് അടിച്ചുപൊളി പാട്ട് വെക്കുന്നു അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ മോഡേൺ ആണ്, പഴയ കാലത്തിൻ്റെ പാട്ടൊന്നും അമ്മമ്മക്ക് ആവശ്യമില്ല. നിൻ്റെ അടുത്ത് വേറെ റെക്കോർഡൊന്നും ഇല്ലേ മോളെ? അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക് അല്ലേ? ഇംഗ്ലീഷ് പാട്ട് വെക്ക്, കുനിക്കുകയല്ല ഇംഗ്ലീഷ് പാട്ട്. യോ അമ്മമ്മയോട് കുനിക്കാൻ പറഞ്ഞു. അമ്മമ്മ ഇംഗ്ലീഷ് പാട്ട് വെക്കാൻ, അബ്ബ എന്ന് പറയുന്ന ഇംഗ്ലീഷ് റാപ്പ് സിംഗറെ പാട്ട് വെക്കാൻ അമ്മമ്മ ആരോട് പറയാണ്? കൊച്ചുമോനോട് പറയാണ്. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആണ് പാട്ടിൽ പോലും ആര്? അമ്മമ്മ. അവൾ അബ്ബയുടെ റിക്കാർഡ് പരതി എടുത്തു വെച്ചു. മുറിയിൽ സ്റ്റീരിയോ സംഗീതം ഉയർന്നു. ഹണി ഹണി ഹൗ യു ത്രിൽ മീ, ഹണി ഹണി യോ യു ത്രിൽ മീ, ഹണി ഹണി യോ യു ത്രിൽ മീ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ അബ്ബയുടെ പാട്ട്, കുനി റാപ്പ് സോങ് അവിടെ ഉയർന്നു.
അമ്മമ്മ തലയാട്ടി രസിച്ചിരുന്നു. റെക്കോർഡ് തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി വെക്കുമോളെ അല്ല, അമ്മമ്മക്ക് ഒന്നും കൂടി പാട്ട് കേൾക്കണം. പുതിയ കാലത്തിൻ്റെ ചിന്തയാണ് അമ്മമ്മയിൽ കാണാൻ സാധിക്കുക. മകൾ അനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദം ഉയർന്നു. പാട്ടിൻ്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി. അമ്മമ്മ പാട്ടിൽ ലോകമൊക്കെ മറന്ന് അമ്മമ്മ ഇങ്ങനെ പാട്ട് കേട്ട് സന്തോഷിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. കൃപകരൻ മെല്ലെ ഉറങ്ങിപ്പോയി. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ കൃപാകരൻ അമ്മമ്മയെ തറവാട്ട് വീട്ടിൽ കൊണ്ടുചെന്ന് വിടുകയാണ്. തിരികെ തനിയെ കാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. കൃപാകരൻ അമ്മമ്മയെ ആ ഗ്രാമത്തിൽ കൊണ്ടാക്കി വരുമ്പോൾ കൃപാകരന് ലോകം മുഴുവൻ മാറിയൊരു തോന്നലാണ് ഉണ്ടായത്. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു. അപ്പോഴാണ് അമ്മമ്മ നാട്ടിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അമ്മമ്മ ആരെ ബോധവാനാക്കി? കൃപാകരനെ അല്ലേ? കൃപാകരൻ എന്ന് പറയുന്ന പുതിയ കാലത്തെ വ്യക്തി പഴയ കാലത്തിലെ ആൾക്കാരെ പോലെ പഴഞ്ചനായി ജീവിക്കുമ്പോൾ പഴയ കാലത്ത് ജനിച്ച അമ്മമ്മ പുതിയ കാലത്തിലെ മാറ്റങ്ങൾ കൃപാകരന് പറഞ്ഞു കൊടുത്ത് കൃപാകരൻ അമ്മൂമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി തിരികെ വരുമ്പോൾ കൃപാകരൻ ലോകമാകെ മാറിയതായി തോന്നി. മാറ്റം, ലോകത്ത് മാറ്റമില്ലാത്ത ഒന്ന് മാത്രമാണ്, അത് മാറ്റമാണ് അല്ലേ? അമ്മൂമ്മ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കൃപാകരൻ ലോകം മാറിയതായി തോന്നി. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണമെന്ന വലിയ ചിന്താഗതിയാണ് എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കൃതി സമാഹാരത്തിലെ കഥയായ അമ്മമ്മ എന്ന കഥ നമ്മോട് പറയുന്നത്. ഇപ്പം കഥ സെറ്റായില്ല മക്കളെ. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് വേഗം പഠിച്ചു പോകാം. മോനെ, ആ മിനി ഉരളിങ്ങെടുത്താട്ടെ. കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മാമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് എല്ലാം അറിയാം. മദ്രാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായി കാണണം. ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിൻ്റെ ചോദ്യം വരാം, കുറിപ്പ് തയ്യാറാക്കാൻ. ഇപ്പം അമ്മമ്മ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ശബ്ദിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അതിനെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം. നോക്കാം. പുതിയ കാലം സ്വീകരിക്കാൻ കഴിയുന്ന മാനസികമായ പരിപക്വതയും മൂല്യങ്ങൾ കൈവിടാതെ പുതിയ സംസ്കാരത്തെ സ്വാഗതം ചെയ്യാനുള്ള ധൈര്യവുമാണ് അമ്മമ്മ എന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ പുതിയ കാലത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അവ സ്വീകരിക്കുവാനും നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും മൂല്യങ്ങളും നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിക്കാനും കഴിയണമെന്നാണ് അമ്മമ്മയിലൂടെ ആരോ പറയുന്നത്? നമ്മുടെ എം മുകുന്ദൻ എഴുത്തുകാരൻ പറയുന്നത്. മിനി ഉരളി എന്ന സംസ്കൃതിയുടെ സ്മരണയും ഇംഗ്ലീഷ് വെക്ക്, ദുബായ് കാണണം എന്ന നിലപാടുകളും ഈ ബന്ധത്തെ നന്നായി തുറന്നു കാണിക്കുന്നു. പഴയ ജീവിത രീതികളും പുതുവിചാരങ്ങളും അവൾ തുല്യതയിൽ കാണുന്നു. ചായക്കട കൂട്ടിരിപ്പുകാരി അല്ലാതിരിക്കാൻ സംഗീതം മുതൽ യാത്രാപ്രേമം വരെ എല്ലാ സാധ്യതകളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു അമ്മമ്മ. ചതച്ച വെറ്റില പോലെ ആ ചിന്തകളും തണുപ്പിക്കാതെ സത്തയായ നീര് ചേർത്തിരിക്കുന്നു. കാലം മാറുമ്പോഴും ജീവിതം ചാരുതയോടെ നിറക്കാമെന്ന സന്ദേശമാണ് അമ്മമ്മയുടെ പുതിയ കാഴ്ചപ്പാട് അല്ലേ? ഇപ്പം ജീവിതം സന്തോഷത്തോടെ നിറക്കുക എന്ന പുതിയ കാഴ്ചപ്പാടാണ് അമ്മമ്മയ്ക്കുള്ളത്. എത്ര കാലം മാറിയാലും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കരുത്, അല്ല ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. അത് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും മൂല്യങ്ങളിലും മാറ്റം വരരുത്. മറിച്ച് പുതിയ കാലങ്ങളെ സ്വീകരിക്കുവാനുള്ള ശക്തമായൊരു സമീപനം നമുക്കുണ്ടാകണമെന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അടുത്തൊരു ചോദ്യം. കൃപാകരൻ പുതിയ വീട് പണിതിരിക്കുന്നത് എവിടെയാണ് കൃപാകരൻ പുതിയ വീട് പണിതത്? കൃപാകരൻ തൻ്റെ അധ്വാന ഫലമായി പണി കഴിപ്പിച്ച പുതിയ വീട് നഗരത്തിലാണ് പണിതത്. അല്ലെ, നഗരത്തിലാണ് കൃപാകരൻ പുതിയ വീട് പണിതെന്ന് കാണാൻ സാധിക്കും. പട്ടണത്തിലെ ആധുനിക സൗകര്യങ്ങൾ നിറഞ്ഞ വീട് കാണിക്കാൻ അമ്മമ്മയെ വിളിച്ചു കൊണ്ടുവരുന്നതോടെയാണ് കഥയുടെ ആരംഭം. പട്ടണത്തിലെ പുതിയ വീട് കാണിക്കാൻ വേണ്ടിയാണ് കൃപാകരൻ അമ്മമ്മയെ വിളിച്ചു കൊണ്ടുവന്നത്. പഴയ തറവാട് വീടുകയും പുതിയ കാലത്തെ ജീവിത രീതികൾ സ്വീകരിക്കുകയും ചെയ്ത് കൃപാകരൻ. അപ്പോൾ പുതിയ കാലത്തെ ജീവിത രീതികൾ സ്വീകരിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ കൃപാകരൻ മാറുന്നുണ്ട്. അമ്മമ്മയെ തൻ്റെ ഈ മാറ്റത്തിൻ്റെ ഭാഗമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃപാകരൻ തൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാരണക്കാരിയായി അമ്മമ്മയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ നഗരത്തിലിരിക്കുന്ന പുതിയ വീട് അമ്മമ്മയെ കാണിക്കാനാണ് അയാൾ അമ്മമ്മയെ ക്ഷണിച്ചത്. അപ്പോൾ നഗരത്തിലുള്ള പുതിയ വീട് കാണിക്കാൻ കൃപാകരൻ അമ്മമ്മയെ ക്ഷണിക്കുന്നു. അപ്പോൾ തൻ്റെ വീട് കൂടി അമ്മമ്മ കണ്ടു പോകണമെന്ന അതിയായ ആഗ്രഹം ആർക്കുണ്ടെന്ന് കാണാൻ സാധിക്കും? നമ്മുടെ കൃപാകരന് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം. അമ്മമ്മ ആദ്യമായി കാറിൽ കയറി യാത്ര ചെയ്തത് എവിടേക്കാണ്? അല്ലേ, അമ്മമ്മ ആദ്യമായിട്ട് കാറിൽ കയറി എവിടേക്കാണ് മക്കളെ യാത്ര ചെയ്തത്? അമ്മമ്മ ആദ്യമായി കാറിൽ കയറി യാത്ര ചെയ്തത് കൃപാകരൻ്റെ നഗരവസതിയിലാണ്. നഗരവസതി എന്ന് പറഞ്ഞാൽ നഗരത്തിലെ വീട്. അപ്പം അമ്മമ്മ ലൈഫിൽ ആദ്യമായിട്ട്
കാറിൽ കയറി യാത്ര ചെയ്യുന്ന കൃപാകരൻ്റെ വീട്ടിലോട്ടാണ്, നഗരത്തിലെ വീട്ടിലോട്ടാണ്. കൃപാകരൻ തൻ്റെ പുതിയ വീടിൻ്റെ ആധുനിക സൗകര്യങ്ങളും ജീവിത മാറ്റങ്ങളും അമ്മമ്മയ്ക്ക് കാണിക്കാനാണ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ആധുനികമായ മാറ്റങ്ങൾ, തൻ്റെ വീടിൻ്റെ ഭംഗി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൃപാകരൻ അമ്മമ്മയെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതിലൂടെ അവൻ്റെ വിജയം പങ്കുവെക്കാനും അമ്മമ്മയെ അതിൻ്റെ ഭാഗമാക്കാനും കൃപാകരൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ വിജയം പങ്കുവെക്കാനും അമ്മമ്മയെ അതിൻ്റെ ഭാഗമാക്കാനും ആരാഗ്രഹിക്കുകയാണ്? കൃപാകരൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്ര അമ്മമ്മയ്ക്ക് കൗതുകത്തെയും അത്ഭുതത്തെയും നിറച്ച അനുഭവമായിരിക്കും നൽകുന്നത്. അപ്പോൾ കൗതുകവും അത്ഭുതവും അമ്മമ്മയ്ക്ക് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്, യാത്രയാണ് കൃപാകരൻ നൽകുന്നത്. അതേസമയം പുതുമയോടുള്ള അവളുടെ മനസ്സ് തുറവും പ്രതിഫലിക്കുന്നു. പുതുമയെ സ്വീകരിക്കാനുള്ള എല്ലാവിധത്തിനുമുള്ള കഴിവ് ആർക്കുണ്ട് മക്കളെ? നമ്മുടെ അമ്മമ്മയ്ക്കുണ്ട് എന്ന് കാണാനായി സാധിക്കും. അടുത്തൊരു ചോദ്യം, കൃപാകരൻ്റെ വീട്ടിൽ വിരുന്നായി വന്നപ്പോൾ അമ്മമ്മ എന്താണ് ധരിച്ചത്? അല്ലേ, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ പാഠം കൃത്യമായി വായിച്ചു പോകണം കേട്ടോ. കൃപാകരൻ്റെ വീട്ടിൽ വരുന്നതായി വന്നപ്പോൾ അമ്മമ്മ ധരിച്ചത് ഏത് വസ്ത്രമാണെന്ന ചോദ്യം നോക്കാം. കഥയിൽ അമ്മമ്മ ധരിച്ച വസ്ത്രത്തെക്കുറിച്ച് വ്യക്തമല്ലെങ്കിലും അവളുടെ അല്ലെങ്കിൽ അമ്മമ്മയുടെ വ്യക്തിത്വം മനസ്സിലാക്കുമ്പോൾ സാധ്യതയുള്ളത് അമ്മമ്മ പരമ്പരാഗതമായ വേഷമാണ് ധരിച്ചത്. പരമ്പരാഗത വേഷം വെച്ചാൽ സാരിയും ബ്ലൗസും, അല്ലെ കസവിൻ്റെ സാരിയും ബ്ലൗസുമാണ് അമ്മമ്മ ധരിച്ചതെന്ന് കാണാൻ സാധിക്കും. സാധാരണ നിലയിൽ അമ്മമ്മ തനിക്കിഷ്ടമുള്ളതും സുഖകരവുമായ ലളിത വേഷത്തിൽ സജ്ജമായിരിക്കും. അല്ലേ, അമ്മ പറഞ്ഞത് സാധാരണ അമ്മമ്മ വീട്ടിൽ എന്താണ് ബ്ലൗസ് ഇടാറില്ല, മേൽമുണ്ട് മാത്രം ധരിക്കാറുള്ളൂ. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ അമ്മമ്മ എന്താണ് സാരിയും ബ്ലൗസൊക്കെ ഇട്ട് തലമുടിയൊക്കെ ചീകി വെച്ച് ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുകയാണ്. അപ്പോൾ അമ്മമ്മയുടെ മാറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൂടെയാണ് അവരുടെ ധാരണകളും ജീവിത മൂല്യങ്ങളും പുതുതലമുറയ്ക്ക് നേരെ പ്രസരിപ്പിക്കുന്നത്. അപ്പം അമ്മമ്മയുടെ പുതിയ ജീവിത മൂല്യങ്ങൾ, മാറ്റങ്ങൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നു എന്ന് പറയുന്നു. അടുത്തൊരു ചോദ്യം, നിനക്കൊരു മാറ്റവും ഇല്ല, പഴയ കൃപാകരൻ തന്നെ എന്ന അമ്മമ്മയുടെ വാക്കുകളിൽ എന്താണ് സൂചന? അല്ലേ, നിനക്കൊരു മാറ്റവും ഇല്ല കൃപാകര, നീ പഴയ കൃപാകരൻ തന്നെ. ഈ അമ്മമ്മയുടെ വാക്കിൽ തെളിയുന്ന സൂചന എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. അമ്മമ്മയുടെ ഈ വാക്കുകളിൽ അവരുടെ ഹൃദയത്തിൽ കൃപാകരൻ്റെ നിലനിൽക്കുന്ന വിശ്വാസവും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. അല്ലേ, വിശ്വാസമുണ്ട്. കൃപാകരൻ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? കൃപാകരൻ പഴയ രീതി പിന്തുടർന്ന ഒരാളാണ്. അമ്മമ്മ പറയുകയാണ് അതിൽ നിന്ന് നീ വിട്ടുമാറി പുതിയ കാലത്തിൻ്റെ ആളായി മാറണമെന്ന് അമ്മമ്മ പറയുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നാലും ആഡംബരങ്ങൾ ഇടപെട്ടാലും ആന്തരികമായ സൗമ്യതയും ചേതനയും അവനിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അമ്മമ്മ തിരിച്ചറിഞ്ഞത് ഈ വാക്കുകളിലൂടെയാണെന്ന് വ്യക്തമാകുന്നത്. അല്ലേ, പുതിയ കാലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് അമ്മ പറയുന്നത്. കൃപാകരൻ പഴയ ആളെപ്പോലെ ജീവിച്ചാൽ മാത്രം പോരാ, പുതിയ കാലത്തോട് സംവദിക്കുന്ന, പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയായി മാറണമെന്നാണ് അമ്മമ്മ പറയുന്നത്. അവരുടെ കണ്ണുകളിൽ കൃപാകരൻ ഇപ്പോഴും പഴയ പോലെ മനുഷ്യത്വം നിറഞ്ഞ ഒരു ബന്ധങ്ങൾക്കൊപ്പം ജീവിക്കുന്നയാളെ തോന്നുന്നു. ഇതിലൂടെ അമ്മമ്മയുടെ മനസ്സിലെ കൃതജ്ഞതയും അതുപോലെ ആത്മീയ ബലവും വ്യക്തമാണ്. അല്ലേ, അതായത് കൃപാകരൻ പഴയ ആളാണെങ്കിലും അതിനൊന്നും മാറി പുതിയ കാലത്തിൻ്റെ ആൾക്കാരായി മാറണമെന്ന ഒരു ഇഷ്ടത്തോടു കൂടി കൃപാകരനെ അമ്മമ്മ ശാസിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. കൃപാകര, നീ പഴയ ആളായി ഒരു മാറ്റമില്ലല്ലോ, നീ പുതിയ ആളായി മാറണമെന്ന സ്നേഹത്തോടു കൂടിയുള്ള വാത്സല്യത്തോടു കൂടിയുള്ള സമീപനം അമ്മമ്മയുടെ വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ഉണ്ട്. അടുത്തൊരു ചോദ്യം എന്താ? അമ്മമ്മക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകാൻ തീരുമാനിച്ചു എന്ന പ്രസ്താവന വഴി ലേഖകൻ്റെ മനോഭാവം വിശദമാക്കുക. അപ്പം അമ്മമ്മക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത്? അമ്മമ്മയെ ആ കുടുംബ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നാണ്. നമ്മുടെ കൃപാകരൻ്റെ വീട് അമ്മമ്മയെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അമ്മമ്മയ്ക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുക്കണമെന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഈ പ്രസ്താവന ലേഖകൻ്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള സ്നേഹവും ആദരവുമാണ് പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ വയസ്സായവരോട് ഇതൊരു ചോദ്യം കൂടിയാണ്. നമ്മൾ പ്രായത്തിലെത്തിയ ആൾക്കാരെ സ്വീകരിക്കണം. നമ്മൾ പലപ്പോഴും അവരെ അവഗണിക്കാറേ ഉള്ളൂ. ബസ്സിൽ, പൊതു ഇടങ്ങളിൽ, വീട്ടിൽ, കുടുംബത്തിൽ പ്രായമായ ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുകയില്ല. അവരെപ്പോഴും നമ്മൾ അവഗണിച്ചുകൊണ്ടേയിരിക്കും. അവരെ മുറിയിൽ ഏതെങ്കിലും മൂലക്ക് മാറ്റി നിർത്തും, അല്ലേ? അത് പാടില്ല. അവരുടെ കൂടെ ആയിരിക്കണം, അവരോടൊപ്പം ആയിരിക്കണം എന്ന വലിയ ഒരു ചിന്തയാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്.
അമ്മമ്മയുടെ അവകാശബോധത്തെയും അവളോടുള്ള ആത്മബന്ധത്തെയും വ്യക്തമാക്കുന്നതാണ് ഈ പ്രയോഗം. അപ്പം അമ്മമ്മയുടെ ആത്മബന്ധത്തെ വ്യക്തമാക്കാനാണ് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ലേഖകൻ അമ്മമ്മയുടെ വേഷവും സംസാരവും മാനസിക നിലയും എല്ലാം പുതുമയോടും പഴമയുടെ ആവേശത്തോടും ചേർന്നതാണെന്ന് കാണിക്കുന്നു. അതിനാൽ തന്നെയാണ് അവരെ സ്വീകരിക്കാൻ ഇങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ പ്രത്യേകമായ ഗൗരവം കാഴ്ചവെച്ചതും. അമ്മമ്മ പഴയ ആളാണെന്ന് വിചാരിച്ചാണ് കൃപാകരൻ അമ്മമ്മയെ റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകാമെന്ന് പറയുന്നത്. കാരണം വയസ്സായ ആൾക്കാരെ, വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരെ, പ്രായമായവരെ നമ്മൾ സ്നേഹത്തോടെ പരിചരിക്കണം, അവരെ സഹായിക്കണമെന്ന വലിയ ആശയം ഈ പാഠഭാഗം നമ്മോട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താ മക്കളെ? അമ്മമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏതൊക്കെ സവിശേഷതകൾ കണ്ടെത്താം? കഥാപാത്ര നിരൂപണം ചോദ്യമായി വരാം. കഥാപാത്രം ആരാണ് മക്കളെ? അമ്മമ്മ കഥാപാത്ര നിരൂപണം ഉറപ്പായും ചോദിച്ചിരിക്കും. കൃത്യമായി പഠിച്ചു പോകുക. അമ്മമ്മ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അമ്മമ്മയുടെ കഥാപാത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ? അമ്മമ്മയുടെ സ്വഭാവത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് മനസ്സിൻ്റെ യുവത്വമാണ്. എന്താണ് മക്കളെ? മനസ്സിൻ്റെ യുവത്വം. ശരീരം പ്രായമായെങ്കിലും മനസ്സ് ചെറുപ്പക്കാരെ പോലെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന കഥാപാത്രമായി അമ്മമ്മ മാറുന്നുണ്ട്. പുതുമയെ ഏറ്റെടുക്കാനുള്ള മനോഭാവം, അല്ലേ? പുതുമയെ ഏറ്റെടുക്കാനുള്ള മനോഭാവം അമ്മമ്മക്കുണ്ട്. ജീവിതത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനുള്ള ധൈര്യം എന്നിവയാണ് അവരുടെ സവിശേഷതകൾ. അപ്പോൾ പുതിയ കാലത്തോട് സംവദിക്കുന്ന, പുതിയ കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്ന, പുതിയ കാലത്തോട് അങ്ങേയറ്റം നീതിയുക്തമായി പെരുമാറുന്ന ഒരു കഥാപാത്രമായി അമ്മമ്മ മാറുന്നുണ്ട്. മിനി ഉരലിനെ ഓർക്കുമ്പോഴുള്ള ആത്മബന്ധവും ഇംഗ്ലീഷ് വെക്ക് എന്ന ആശയം തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതുമൊക്കെ അവരുടെ മനസ്സിൻ്റെ ഭംഗിയെയും വിസ്മയാനുഭവങ്ങളോടുള്ള തയ്യാറെടുപ്പുകളെയും കാണിക്കുന്നു, അല്ലേ? അപ്പം മിനി ഉരലിങ് എടുത്താട്ടെ എന്ന് പറയുമ്പോൾ അമ്മൂമ്മയുടെ ആ ഒരു സ്നേഹബന്ധം, അമ്മൂമ്മയുടെ സമീപനം എല്ലാം വ്യക്തമാണ്. കൂടാതെ വിസ്മയാനുഭവങ്ങളോടുള്ള തയ്യാറെടുപ്പുകൾ, പുതിയ കാലത്തോടുള്ള അമ്മൂമ്മയുടെ സമീപനങ്ങൾ എല്ലാം ഇവിടെ പ്രകടമാണ്. അത്തരത്തിൽ പുതിയ കാലത്തിലെ മാറ്റങ്ങൾ സ്വീകരിക്കുന്നു, പുതിയ കാലത്തിലെ വ്യക്തിയായി മാറുന്നു. പിന്നെന്താണ്? ആ പഴഞ്ചൻ വസ്ത്രങ്ങൾ മാറ്റി ടൗണിലേക്ക് പോകുമ്പോൾ എന്താണ്? നല്ല സാരി ബ്ലൗസ് ഇട്ട് മുടിച്ചീക്ക് ചെരുപ്പൊക്കെ ഇട്ട് വരുന്നു. പിന്നെന്താണ്? സ്നേഹത്തോടു കൂടിയുള്ള സമീപനം. തൻ്റെ പേരക്കുട്ടി അങ്ങേറ്റം സ്നേഹിക്കുന്നു, സ്നേഹത്തോടെ ശാസിക്കുന്നു, പുതിയ കാലത്തിലേക്ക് മാറാൻ പറയുന്നു, പുതിയ കാലത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പുതിയ കാലത്തിലെ പൂക്കൾ പരിചയപ്പെടുന്നു, അല്ലേ? പുതിയ കാലത്തിൻ്റെ പാട്ടുകൾ കേട്ട് നൃത്തം ചെയ്യുന്നു, ആസ്വദിക്കുന്നു. അത്തരത്തിൽ ലോകമൊക്കെ മാറുമ്പോഴും അതിൻ്റെ കൂടെ വയസ്സായി എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ആ കാലത്തിനപ്പുറം മാറാനും ശ്രമിക്കുന്ന ഒരു കഥാപാത്രം നമുക്ക് അമ്മൂമ്മയെ കാണാനായി സാധിക്കുന്നുണ്ട്. വിസ്മയാനുഭവങ്ങളോടുള്ള തയ്യാറെടുപ്പുകളെയും കാണിക്കുന്നു. ഭക്ഷണ രീതികൾ മുതൽ യാത്രാമോഹം വരെയുള്ള കാര്യങ്ങളിൽ പോലും അമ്മമ്മ പുതിയതിനെ സ്വീകരിക്കാൻ മടിക്കാത്തവളാണ്, അല്ലേ? മദിരാശി കാണിക്കാമെന്ന് കൃപാകരൻ തമാശയായി പറഞ്ഞപ്പോൾ, അല്ല സീരിയസ് ആയിട്ട് മദിരാശി തമിഴ്നാട് കാണിക്കാതെ കൃപാകരൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, എനിക്ക് ദുബായ് കാണണമെന്ന് പറയുന്ന ആ വലിയ ചിന്താഗതിയുള്ള ആഗ്രഹം പോലും വെച്ച് പുലർത്തുന്ന കഥാപാത്രമായി ആര് മാറുകയാണ് മക്കളെ? നമ്മുടെ അമ്മമ്മ മാറുകയാണ്. അതിനാൽ തന്നെ അമ്മമ്മ പുതിയ കാലത്തെ പുതിയ തലമുറയ്ക്കുള്ള ഒരു മാതൃകയായി ഈ കഥ നിലകൊള്ളുന്നു. അതുകൊണ്ട് അമ്മമ്മ പുതിയ കാലത്തിൻ്റെ മാതൃകയായി, പുതിയ കാലത്തിൻ്റെ മാറ്റമായി ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പുതിയ കാലത്തിൻ്റെ പ്രതീകമായി അമ്മമ്മ മാറുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്ന അമ്മമ്മ എന്ന എം മുകുന്ദൻ്റെ ഈ നോവൽ, അല്ല ഇതാണ് ഈ കഥ. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലൊരു കഥയാണ് അമ്മമ്മ. പുതിയ കാലത്തിൽ നമ്മൾ മാറണം, പുതിയ കാലത്തിൻ്റെ വക്താക്കളായി മാറണം. നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ കാലത്തിൽ, പുതിയ ഭാവത്തിൽ, വേഷത്തിൽ, വസ്ത്രത്തിൽ, സ്വഭാവത്തിൽ, ഭക്ഷണത്തിൽ, സംസ്കാരത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിലെല്ലാം തന്നെ ടെക്നോളജിയിൽ, സയൻറ്റിഫിക്കായിട്ട്, സാഹിത്യത്തിൽ എല്ലാത്തിലും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്ന പുതിയ കാലത്തിലെ ഒരു സംഗതിയാണ് അമ്മമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ എം മുകുന്ദൻ അമ്മമ്മ എന്ന് പറയുന്ന കഥയിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ കൃത്യമായി പഠിക്കുക, എക്സാമിന് ഒരുങ്ങുക. എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.